ഇന്ന് നിങ്ങൾ നമ്മുടെ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും ഇംഗ്ലീഷ് പഠനം നിർത്തി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത്. അത് സത്യമാണ് കേട്ടോ. നമ്മൾ എത്രമാത്രം ഇംഗ്ലീഷ് ഗ്രാമർ കേട്ടാലും നമുക്ക് ഗ്രാമർ മനസ്സിലാവും, സെൻറ്റൻസിലുള്ള തെറ്റുകളൊക്കെ മനസ്സിലാകും എന്നതിനേക്കാളൊക്കെ അപ്പുറം എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പോൾ എൻ്റെ കൂടെ കൂടി കുറേ പേർക്ക് ഗ്രാമർ നന്നായിട്ട് അറിയാം, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം ഗ്രാമർ പഠിച്ചല്ലോ എന്നിട്ട് എന്താ പറ്റാത്തേ എന്നുള്ളതല്ല. അതിൻ്റെ കാരണം എന്താണെന്നോ, നമ്മൾ സംസാരിക്കുന്നില്ല എന്നതിനാണ്. അപ്പം നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ മലയാളത്തിൽ ചിന്തിക്കുന്നത് അങ്ങോട്ട് നിർത്തിയിട്ട് ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങാൻ. അപ്പം നിങ്ങൾ പറയും, അതെങ്ങനെയാ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ തുടക്കം എന്നതുപോലെ എനിക്ക് നിങ്ങളോട് ഒന്നാണ് പറയാനുള്ളത്, നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നത് വലിയ വലിയ സെൻറ്റൻസുകളാവണ്ട, കുഞ്ഞു കുഞ്ഞിയ വാക്കുകളോ ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കത്തില്ലേ. അതായത് കുറേ ഗ്രാമർ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ. ഇപ്പം ഞാനൊരു റൂമിലാണ്, ഞങ്ങളുടെ റൂമിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. അത് സെൻറ്റൻസാക്കി പറയാൻ പറ്റാത്തവർ ആ വേർഡില്ലേ, ആ ഒരു വാക്കില്ലേ, അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഇപ്പോൾ എൻ്റെ റൂമിൽ പെട്ടി കൊണ്ടുവന്നതിന് നമുക്ക് കബോർഡ് എന്ന് മാത്രം പറയാം, അല്ലേ? ബാക്കി ഭാഗങ്ങൾ മലയാളമായിക്കൊള്ളട്ടെ, കബോർഡ് എന്ന് പറയാം. അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബെഡിന് നമ്മൾ ഷീറ്റ് വിരിച്ചിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് എന്നോ അല്ലെങ്കിൽ ബെഡ് സ്പ്രെഡ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ആ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് വിരിച്ചിടുക എന്നതിന് പകരം നമുക്ക് മേക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് ആദ്യം നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത്. മനസ്സിലായല്ലോ? ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക. പിന്നെ അതുപോലെ ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണ് എങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്ന് പറയാൻ ചെയ്യാതെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുകയാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് തുടങ്ങുക. അല്ലാണ്ട് മൊത്തമായും അങ്ങോട്ട് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ വാക്കുകൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അതിനുശേഷം ഇവഞ്ച്വലി നമ്മൾ സെൻറ്റൻസിലോട്ട് പതിയെ മാറുക. നമ്മൾ കുറേ ഗ്രാമറൊക്കെ പഠിച്ച സ്ഥിതിക്ക് സെൻറ്റൻസിലോട്ട് മാറ്റി. ഇപ്പം നമ്മൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് പറയാം, നൗ ഐ ആർ മേക്കിംഗ് ടീ എന്ന് നമുക്ക് പറയാം, അല്ലേ? ഇപ്പം നമ്മളോട് തന്നെയല്ലേ പറയുന്നത്, നമ്മളോട് തന്നെ പറയുക. അതേപോലെ അവൾ കുളിക്കുകയാണെന്ന് നമുക്ക് ഒരാളോട് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? വളരെ ചെറുതായിട്ട് നമുക്ക് പറയാം, ഷീ ഈസ് ടേക്കിംഗ് ബാത്ത് എന്ന് നമുക്ക് പറയാം. കാരണം ഇത് നമ്മൾ ഗ്രാമർ പഠിച്ച ഈ ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പം നമ്മളത് നമ്മളോട് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ നിങ്ങൾ കുറേ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ ഇനി കുറച്ച് ഇതൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് മിസ്സേ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇനിയും കുറച്ചും കൂടെ നല്ലോണം എന്താ ചെയ്യേണ്ടേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നതാണെങ്കിൽ ഞാൻ കുറച്ച് ഫ്രേസസ് പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക കേട്ടോ. അതായത് ആ ഫ്രേസസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബാക്കി ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു മാറ്റമാണ്, പതിയെ ഒരു മാറ്റമാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വരുത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരാളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയണം, എൻ്റെ ഒരു അഭിപ്രായത്തിലേ അതങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ശരിയാകത്തില്ല. അപ്പം നമുക്ക് പറയേണ്ടത് എന്താണ്? എൻ്റെ അഭിപ്രായത്തിലാണെന്ന് നമ്മൾക്ക് പറയണം, അല്ലേ? അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫ്രേസാണ് എന്ത്? ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. നമ്മൾ ഇൻ മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറയും. അതിനകത്ത് നിന്നൊക്കെ നമ്മൾ മാറ്റി എന്ത് പഠിച്ചു? ആസ് ഫാർ ആസ് ഐ എം ആസ് ഫാർ ആസ് ഐ കൺസേൺഡ്. അപ്പം നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഇതിങ്ങനെ അങ്ങ് കാണാതെ പഠിച്ചു. എന്നിട്ട് നമുക്ക് പറയണം, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് നീ ചെയ്തത് ശരിയായില്ല. അപ്പോൾ കണ്ടോ, ആ ഒരു ഭാഗം നമ്മളിൽ ഇംഗ്ലീഷിൽ വന്നു. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഇംഗ്ലീഷ് ഒരു വിഷയമല്ല, അത് എന്താണ്? ഒരു സ്കില്ലാണ്. അപ്പം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, എൻ്റെ അഭിപ്രായത്തിൽ. അപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ബാക്കി സെൻറ്റൻസ് നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലാണ് പറയണതെങ്കിൽ ബാക്കി സെൻറ്റൻസ് വീട്ടിൽ വന്നിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ഈ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറയും എൻ്റെ ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ അതൊക്കെയല്ലേ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി വേറെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ് ടു ബി ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
സത്യമായിട്ടും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു പേടിയായി. ടു ബി ഹോണസ്റ്റ്, സത്യമായി പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം നമുക്ക് എവിടെയെങ്കിലും പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു, ആ സത്യം പറഞ്ഞ് നമ്മൾ എങ്ങനെ പറയും? ടു ബി ഹോണസ്റ്റ്. ടു ബി ഹോണസ്റ്റ് ഐ വാസ് നെർവസ് ഫസ്റ്റ്. ആദ്യം എനിക്കൊരു പേടി തോന്നി. ടു ബി ഹോണസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സത്യം. ഇത് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് പറയണമെങ്കിൽ നമ്മൾക്ക് പറയണം ടു ബി ഹോണസ്റ്റ് എനിക്ക് ആദ്യം കുറച്ച് പേടി തോന്നി കേട്ടോ. ടു ബി ഹോണസ്റ്റ് എനിക്ക് നിന്നെ ആദ്യം മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടു ബി ഹോണസ്റ്റ് എന്നുള്ളത് എന്ത് നമ്മൾ പറഞ്ഞു? ആദ്യം ഒരു ഇംഗ്ലീഷ്, ഈ ഫ്രേസസ് ഒക്കെ ഓർത്ത് വെക്കണേ. സത്യമായി പറഞ്ഞാൽ അല്ലെങ്കിൽ സത്യസന്ധമായി പറഞ്ഞാൽ എന്നാണ് ടു ബി ഹോണസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, പിന്നെ ടു ബി ഹോണസ്റ്റ് ഓർത്ത് വെച്ചല്ലോ. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടു ബി ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഒരു വാക്ക് എന്ന് പറയുക, ഒരു ഫ്രേസ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ ദിവസം അവസാനിച്ചു എന്നല്ല അവിടെ അർത്ഥം കേട്ടോ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹസ്ബൻഡിൻ്റെ ഡിസിഷൻ ആയിരിക്കും കൂടുതലും പ്രാബല്യത്തിൽ വരിക. കറക്റ്റ് അല്ലേ? അതെന്താണ്? അവസാനം ഹസ്ബൻഡിൻ്റെ ഡിസിഷനാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ദിവസത്തിന്റെ അവസാനം നല്ല കേട്ടോ. എന്താണ്? അവസാനം നോക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. എന്തൊക്കെ പണിയെടുത്താലും എങ്ങനെയൊക്കെ ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവൾ തന്നെയാണ് മിടുക്കിയെന്നേ ആൾക്കാർ പറയൂ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എത്ര മഴ പെയ്താലും എത്ര വെയിലാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കഷ്ടപ്പാട് തന്നെ. എത്ര മഴ പെയ്താലും എത്ര വെയിൽ ആയാലും അവസാനം നോക്കുമ്പോൾ കഷ്ടപ്പാട് തന്നെ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ അവസാനം നോക്കുമ്പോൾ, അല്ലെങ്കിൽ എത്രയൊക്കെ കൂട്ടിക്കുഴച്ചാലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയില്ല, അത് തന്നെ. അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പം നമുക്ക് അങ്ങനെ പറയേണ്ട സാഹചര്യത്തിൽ ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് നിങ്ങൾ ചേർത്ത് സംസാരിക്കാം. ഈ ഫ്രേസസ് ഒക്കെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ദാറ്റ് മേക്സ് സെൻസ്. ഇതെന്താ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയല്ലേ, നീ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ശരിക്കും കഷ്ടപ്പെടണം, അതാണ് അതിൻ്റെ ശരി. ദാറ്റ് മേക്സ് സെൻസ്. ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ദാറ്റ് മേക്സ് സെൻസ് എന്ന് പറഞ്ഞാൽ അത് യുക്തിസഹജമാണെന്ന് പറയും. അതായത് അതാണ് അതിൻ്റെ ശരി. കുറേ ഗ്രാമറൊക്കെ ഇങ്ങനെ പഠിച്ച് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം. ദാറ്റ് മേക്സ് സെൻസ്. അതാണ് എന്താ പറയുക, ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ദാറ്റ് മേക്സ് സെൻസ്, അതാണ് അതിൻ്റെ ശരി. ദാറ്റ് മേക്സ് സെൻസ്. നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് പറയുമ്പോൾ ഇത് നമ്മൾ കുറേ കേട്ടു. നമ്മൾ പറയും വട്ട് ഐ മീൻ ഈസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതാണ്. നമ്മളങ്ങനെ പറയില്ലേ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഐ മീൻ ഈസ്. ബാക്കി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് പറയണം. വാട്ട് ഐ മീൻ ഈസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കുറച്ച് ഫ്രേസസ് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് പറയണം? ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് എന്ന് പറയണം. നീ അങ്ങനെ ചെയ്യണം, അതാണ് അതിൻ്റെ ശരി എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? ദാറ്റ് മേക്സ് സെൻസ്. ഇനി അതേപോലെ തന്നെ സത്യമായി പറഞ്ഞാൽ ഇന്നലെ മഴ പെയ്തില്ല. ടു ബി ഹോണസ്റ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കണം. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? അപ്പോൾ ഈ ഫ്രേസസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ കുറേ ഇങ്ങനെ ഗ്രാമർ കേട്ടുകൊണ്ടിരിക്കാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ സെൻറ്റൻസുകളല്ല, പിന്നെ എന്താണ്, ചെറിയ വാക്കിൽ നിന്ന് വലിയ സെൻറ്റൻസിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് രാവിലെ ഏറ്റിരുന്ന് വലിയ സെൻറ്റൻസ് അല്ല, ചെറിയ സെൻറ്റൻസിൽ നിന്ന് വലിയ സെൻറ്റൻസിലോട്ട് എത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ കുറേ ഫ്രേസസും ഇപ്പം തന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഫ്രേസസും നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇംഗ്ലീഷ് ഇങ്ങനെ കുറേ ഗ്രാമർ കേട്ടോണ്ടിരുന്നാൽ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫ്രേസസ് ഒന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക.
പിന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, നിങ്ങളത് അമർത്തി വെച്ചിട്ടില്ലേ എന്നൊന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എനിക്ക് എന്നാലേ ഭയങ്കര സന്തോഷമാവത്തുള്ളൂ. അപ്പോൾ ഇന്ന് എത്ര പേരെന്നെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കണം. ആദ്യം സബ്സ്ക്രൈബ് ചെയ്താരാ, രണ്ടാമതാരാ, മൂന്നാരാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങളതൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് കാണിച്ചാൽ മതി. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ പേഴ്സണൽ ക്ലാസ്സുകളുണ്ട് കേട്ടോ, എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്